അത് ഞാൻ CPM പ്രതിനിധിയിലേക്കാണ് പോകുന്നത്. SK സജീഷ്, ഇന്ന് P ജയരാജൻ പറഞ്ഞതും MV ഗോവിന്ദൻ പറഞ്ഞതും കേരളം കേട്ടതാണ്. അപ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പ് നിങ്ങൾ എത്രത്തോളം വൈകാരികമായി ഉയർത്തിയ വിഷയമാണെന്നും എല്ലാ സമരകാലത്തും അത് ആവർത്തിച്ച് പറയാറുള്ളതാണെന്നും കേരളത്തിന് ഓർമ്മയുള്ളതാണ്. പക്ഷേ പാർട്ടി കൂത്തുപറമ്പ് വെടിവെപ്പ് മറന്നോ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ആ ചോദ്യം ഓർമ്മയായി ഉയർത്തിയത് P ജയരാജനാണ്. എന്താണ് പ്രതികരണം? സ്മൃതി ഇപ്പോൾ ഇവിടെ വായിച്ച ഇൻട്രോയിൽ പറയുന്ന കാര്യം ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞത് P ജയരാജൻ എന്നാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതായി ഞങ്ങളാരും കേട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞതും അതുപോലെ തന്നെ സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുമെല്ലാം ഒരേ കാര്യം തന്നെയാണ്. അതിലപ്പുറത്തേക്ക് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആവശ്യാനുസരണം നിങ്ങളുടേതായ ഭാഷയിൽ ഓരോന്ന് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വിരോധാഭാസമായി തോന്നുന്നു P ജയരാജന്. അദ്ദേഹം പറഞ്ഞോ വിരോധാഭാസമാണ് ഇത് എന്ന്? ഇവിടെ ഇത്തരത്തിൽ വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. DGP നിയമനവുമായി ബന്ധപ്പെട്ട് അതിന് നിയതമായ രീതികളുണ്ട്. ആ രീതിക്കനുസരിച്ച് തന്നെയാണ് കേരളത്തിൽ DGPയെ നിയമിച്ചിട്ടുള്ളത്. ആ നിയമത്തിൽ പരിമിതമായ അധികാരം മാത്രമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ DGP നിയമനം നടത്തുന്നത്. ഇവിടെ പ്രകാശ് സിംഗ് കേസ് വന്നതിന് ശേഷം നമുക്ക് രാജ്യത്താകെ ഉണ്ടായ അനുഭവങ്ങൾ നമുക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2016 സെൻകുമാർ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതും ആ കേസിൻ്റെ ഭാഗമായി സീനിയോറിറ്റി മറികടന്നു എന്നതിൻ്റെ പേരിൽ ബെഹ്റയെ മാറ്റിയതും അദ്ദേഹത്തെ DGPയായി പുനർനിയമനം നടത്തിയതും എല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നിൽ നിൽക്കുന്നു. അതിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് പാനൽ നൽകുന്നത്. ആ പാനൽ 6 പേരുടെ പാനൽ തയ്യാറാക്കിക്കൊണ്ട് ആ പാനലാണ് പിന്നീട് 3ആയി ചുരുക്കി കേരളത്തിൽ താങ്കൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സജീഷ് ഒന്ന് ചോദിക്കട്ടെ. താങ്കൾ ഈ സെൻകുമാറിന്റെ കാര്യം ഓർമ്മിപ്പിച്ചത് നന്നായി. സെൻകുമാറിനെ DGP സ്ഥാനത്ത് താല്പര്യപ്പെടുന്നില്ല എന്ന് നിലപാടെടുത്തത് ഇടത് സർക്കാരാണല്ലോ. സെൻകുമാറിനെ മാറ്റുന്ന തീരുമാനം വന്നു. സെൻകുമാർ കോടതിയിലേക്ക് പോകുന്നു. പക്ഷേ സെൻകുമാറിനെ തന്നെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് കോടതിയാണ്. പക്ഷേ സെൻകുമാറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു കൃത്യമായ നിലപാടുണ്ട് അല്ലേ? സെൻകുമാറുമായി ബന്ധപ്പെട്ട് ഇന്നും ആ നിലപാട് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ രവാദയുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ നിലപാട് എന്നൊരു ചോദ്യം. ഞാൻ P ജയരാജൻ പറഞ്ഞ വാചകങ്ങൾ അതേപടി ആ ഇൻട്രോയിലുണ്ട്. P ജയരാജൻ വിരോധാഭാസമെന്ന് പറഞ്ഞു എന്നുള്ളതല്ലോ. P ജയരാജൻ കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മിപ്പിക്കുന്നു. അന്ന് രവദ ചന്ദ്രശേഖരന്റെ ചുമതല എന്താണെന്ന് ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക് അതൊക്കെ മനസ്സിലാക്കും. അതിലെ ഒരു വാചകമായിട്ട് ഞാൻ പറഞ്ഞില്ല എന്നതിനെ താങ്കൾ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചോളൂ. എൻ്റെ ചോദ്യം താങ്കൾക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ സെൻകുമാറുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകാമോ? അല്ല, താങ്കളുടെ ചോദ്യമല്ല വ്യക്തമാകുന്നത്. താങ്കളുടെ ഉദ്ദേശം എനിക്ക് വ്യക്തമായിട്ടുണ്ട്. ആ ഉദ്ദേശം പ്രേക്ഷകർക്കും വ്യക്തമാകും. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു തർക്കത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. താങ്കൾ ആവശ്യാനുസരണം കുറേ പദങ്ങളെടുത്ത് പ്രയോഗിച്ചു. ആ പദങ്ങളൊന്നും സഖാവ് P ജയരാജന്റെ ഭാഗത്തുനിന്നുണ്ടായ പദങ്ങളല്ല. താങ്കൾക്ക് ആവശ്യമാണ് എന്നും തെറ്റിദ്ധരിപ്പിക്കാൻ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ആമുഖത്തോടെ താങ്കൾ തുടങ്ങുമ്പോൾ താങ്കൾ എന്നെ വ്യക്തിപരമായി പറയുമ്പോൾ എനിക്കത് വായിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ദയവ് ചെയ്തൊന്ന് സഹകരിക്കൂ. കൂത്തുപറമ്പ് വെടിവെപ്പ് നടത്തിയവരിൽ ഒരാളാണ് റവഡ. നിയമനം അല്ല വായിക്കട്ടെ. കൂത്തുപറമ്പ് വെടിവെപ്പ് നടത്തിയവരിൽ ഒരാളാണ് റവഡ. നിയമനം വിശദീകരിക്കേണ്ടത് സർക്കാരാണ്. നിതിൻ അഗർവാളാകട്ടെ CPMകാരെ തല്ലിച്ചതച്ച ആളാണ്. യോഗേഷ് ഗുപ്തയെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് വിശദീകരിക്കേണ്ടത് സർക്കാരാണ്. കൂത്തുപറമ്പ് വെടിവെപ്പും രവദ ചന്ദ്രശേഖരൻ തമ്മിലുള്ള ബന്ധം നോക്കുമ്പോൾ അദ്ദേഹം തലശ്ശേരി ASP ചുമതല ഏറ്റെടുത്ത ദിവസങ്ങൾക്ക് ശേഷം നവംബർ 25 വെടിവെപ്പ് നടക്കുന്നു. 5 സഖാക്കൾ രക്തസാക്ഷികളായും പിന്നീട് സഖാവ് പുഷ്പൻ രക്തസാക്ഷിയായതും അന്നത്തെ വെടിവെപ്പിന് ഉത്തരവാദികളായിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും അന്ന് നല്ല പ്രതിഷേധം ഉണ്ടായിരുന്നതാണ്. അന്ന് സ്ഥലത്തുണ്ടായിരുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും പത്മകുമാർ, രവദ, ഹക്കീം ബത്തേരി അവരാണ് നേതൃത്വം കൊടുത്തത്. പരിഗണിക്കപ്പെട്ട 3-ൽ 2 പേർ അതിലൊരാളാണ്. ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് അതൊരു പ്രശ്നമല്ല. ഗവൺമെൻറ് തങ്ങളുടെ മുന്നിൽ വന്ന നിർദ്ദേശത്തിൽ തീരുമാനം നടപ്പാക്കിയതാണ്. ഗവൺമെൻറ്റാണ് വിശദീകരിക്കേണ്ടത്. CPM കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി M സുകുമാരൻ, അതായത് ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറി M സുകുമാരൻ ഭീകരമായി ലോക്കപ്പിൽ അദ്ദേഹത്തെ തല്ലിച്ചതച്ച കേസിൽ പ്രതിയായിരുന്നു നിതിൻ അഗർവാൾ. LDF ഗവൺമെൻറ് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ വിവാദമുണ്ടാക്കലാണ് വലതുപക്ഷ മാധ്യമങ്ങളുടെ രീതി. താങ്കൾ പറയുന്ന പോലെ ആ വരിയിലേക്ക് വരുന്നു വലതുപക്ഷ മാധ്യമങ്ങളുടെ ഒരു രീതി. ആരാണ് യോഗ്യനെന്നത് മെറിറ്റ് അടിസ്ഥാനത്തിൽ തീരുമാനിച്ചതാണ്. എനിക്കതിൽ അധികാരമില്ല.
CPIM DYFI എതിർ നിലപാട് സ്വീകരിച്ചിരുന്നു. അതായത് മുൻപ് സ്വീകരിച്ച നിലപാട് ഓർമ്മിപ്പിക്കുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് എന്തായിരുന്നുവെന്നും അന്ന് പാർട്ടി എത്രത്തോളം അതിൽ പ്രതിരോധം തീർത്തിരുന്നുവെന്നും പ്രതിഷേധം തീർത്തിരുന്നുവെന്നും ഇപ്പോൾ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ്? ഇത് കേരളത്തിന് അറിയാത്ത കാര്യമല്ലല്ലോ. പറഞ്ഞോളൂ. തീർച്ചയായും. ഇനി ഒരു കാര്യം പറയാം. ഇനി സ്മൃതി ഇടപെടില്ല എന്ന് കരുതുക. സ്മൃതി സഖാവ് പി ജയരാജൻ്റെ പ്രസ്താവന അങ്ങനെ തന്നെ വായിക്കുകയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എങ്കിലും താങ്കൾ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം കൃത്യമായി തന്നെ അതിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിലൊന്നും മറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഇത് നിയതമായ രീതിയിൽ നടക്കുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. താങ്കൾ പറഞ്ഞപ്പോഴും അത് വ്യക്തമാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ DGP നിയമനവുമായി ബന്ധപ്പെട്ട് റവദ ചന്ദ്രശേഖരൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹം ചുമതലയേൽക്കുന്നത് 1994 നവംബർ 23-ാം തീയതിയാണ്. 23-ാം തീയതി ചുമതലയേറ്റ് 25-ാം തീയതിയാണ് കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടാകുന്നത്. ആ വെടിവെപ്പിനെ തുടർന്ന് നമുക്കറിയാം വ്യാപകമായ പ്രതിഷേധമുയർന്നു. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അന്ന് UDF ഗവൺമെൻറ് തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. തലശ്ശേരി ജില്ലാ ജഡ്ജി K. പത്മനാഭൻ നായർ അതിൻ്റെ അന്വേഷണ കമ്മീഷനായിരുന്നു. ആ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് 1997 മാർച്ച് 27-ാം തീയതി പുറത്തു വന്നു. ആ റിപ്പോർട്ടിനകത്തും ഞങ്ങൾ ഇപ്പോഴും എന്നും അന്നും ഇന്നും എപ്പോഴും പറയുന്ന കാര്യവും തന്നെയാണ് ആ റിപ്പോർട്ടിനകത്തുള്ളത്. അതിനകത്ത് DYSP ഹക്കീം ബത്തേരി ഒഴിവാക്കാനാകുന്ന ലാത്തി ചാർജ് വെടിവെപ്പിലേക്ക് നയിച്ചു എന്ന റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ TT ആൻ്റണി അദ്ദേഹത്തിന് നേരിട്ട വീഴ്ചയാണ് വെടിവെപ്പിലേക്ക് നയിച്ചത് എന്ന് റിപ്പോർട്ടിനകത്തുണ്ട്. ഉത്തരവാദികൾ MV രാഘവൻ, ഹക്കീം ബത്തേരി, TT ആൻ്റണി തുടങ്ങിയവരാണ് എന്ന് കൃത്യമായി റിപ്പോർട്ടിലുണ്ട്. അതിനകത്ത് ASPയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമുണ്ട്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം 2 ദിവസം മുമ്പാണ് ചുമതലയേറ്റത്. ഭൂമിശാസ്ത്രപരമായോ രാഷ്ട്രീയപരമായോ കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് അറിയില്ല. ഇദ്ദേഹം മുമ്പ് MV രാഘവനുമായി ബന്ധപ്പെട്ടതിന് തെളിവില്ല. മറ്റുള്ളവർ നടത്തിയ പോലെയുള്ള ഗൂഢാലോചന ഇദ്ദേഹം നടത്തിയതായി തെളിവില്ല. പരാതിക്കാർക്ക് പോലും, അതായത് പരാതി നൽകിയ ആളുകൾക്ക് പോലും ഇദ്ദേഹം ഇങ്ങനെയൊന്ന് ചെയ്തു എന്നുള്ള അഭിപ്രായമില്ല, അവർ അങ്ങനെ വാദിച്ചിട്ടില്ല എന്നുൾപ്പെടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട്. ASPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പാർട്ടിയല്ല ലാത്തി ചാർജ് തുടങ്ങിയത്. അവിടെ സമാധാനപരമായിട്ടായിരുന്നു കാര്യങ്ങൾ നിന്നത്. മന്ത്രിയുടെ കൂടെ എസ്കോർട്ടിന് വന്ന ഹക്കീം ബത്തേരിയാണ് അവിടെ സമാധാനപരമായി നിന്ന ആളുകൾക്ക് നേരെ വെടിവെക്കാൻ ഉൾപ്പെടെയുള്ള സാഹചര്യം സൃഷ്ടിച്ചത് എന്ന് റിപ്പോർട്ടിനകത്തുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്ന സാഹചര്യം ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. സജീഷ്, ഇനി ഉപചോദ്യം താങ്കൾ ഈ പറയുന്ന ഉപചോദ്യം നമുക്ക് ഇങ്ങനെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. താങ്കൾക്ക് വിശദീകരിക്കാനുള്ള സമയം തന്നെയാണ്. താങ്കൾ ഈ പറയുന്ന റിപ്പോർട്ട് പത്മനാഭൻ നായർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് 97-ലാണല്ലോ. നിങ്ങൾ 2012 വരെ നിയമ പോരാട്ടം നടത്തുന്നു. ആ നിയമ പോരാട്ടത്തിനൊടുവിൽ അവർക്ക് അനുകൂലമായ തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ക്ലീൻ ചിറ്റ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ 2012 വരെയും 97 പറയുന്ന നിങ്ങളിപ്പോൾ വായിക്കുന്ന പത്മനാഭൻ നായർ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷവും നിങ്ങൾ എല്ലാ കാലത്തും റവഡ, അതോടൊപ്പം ഹക്കീം ബത്തേരി ഇവർക്കെതിരെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ നിങ്ങൾ എന്തിനാണ് പിന്നെ കൂത്തുപറമ്പ് സമരവുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷികളെ ഉണ്ടാക്കിയ ഈ 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങൾക്ക് അന്നേ ഇത് സ്വീകാര്യമായിരുന്നുവെങ്കിൽ 2012 ശേഷം നിങ്ങൾ കൂത്തുപറമ്പ് സമരത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല, ഈ വെടിവെപ്പിനെ കുറിച്ച്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച്? സ്മൃതി ആവശ്യത്തിന് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞാൻ പറയട്ടെ. ഞാൻ നേരത്തെ ഉദ്ധരിച്ചതും വായിച്ചതും ജസ്റ്റിസ് പത്മനാഭൻ നായർ കമ്മിറ്റിയുടെ ഭാഗമായി ഉള്ള റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിലുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് തന്നെ പരാതിക്കാർക്ക് ഇത്തരത്തിലുള്ള അഭിപ്രായമില്ലായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം കുറ്റവിമുക്തനായി ഈ ഉദ്യോഗസ്ഥനെതിരായി കുറ്റം ചുമത്താൻ കഴിയില്ല എന്ന് അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അന്ന് അവിടെ നടന്ന ഓരോ കാര്യങ്ങളും ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതിനകത്ത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ അന്നും ഇന്നും പറയുന്ന കാര്യം, ഹക്കീം ബത്തേരിയും അതുപോലെ തന്നെ TT ആൻ്റണിയും അവിടെ ഒരു ചുമതലയും ഇല്ലാതിരുന്ന ഡെപ്യൂട്ടി കളക്ടർ ഹൗസിങ്ങിൻ്റെ ചുമതല മാത്രം വഹിക്കുന്നയാൾ അവിടെ എത്തി വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ കലക്ടർ ഉണ്ടായിരുന്നു, ADM ഉണ്ടായിരുന്നു, അവിടെ ചുമതലയുള്ള RDO ഉണ്ടായിരുന്നു, ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ ഉണ്ടായിരുന്നു. ഇവരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ശിങ്കിടി പാടുന്ന, അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റുന്നത്
ശ്രീ പിണറായി വിജയൻ ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് നിയമസഭയിൽ 1995 ജനുവരി 30 അവതരിപ്പിച്ച ഒരു അടിയന്തര പ്രമേയമുണ്ട്. ആ അടിയന്തര പ്രമേയത്തിൻ്റെ ഉള്ളടക്കം വായിച്ചു നോക്കിയാൽ അതിൽ നിന്ന് വ്യക്തമാകും. അതിൽ പേര് പരാമർശിക്കുന്ന ആളല്ല ഈ പറഞ്ഞ അന്നത്തെ ASP ആയിരുന്ന രവത ചന്ദ്രശേഖർ. അതിൽ പേര് പരാമർശിക്കുന്ന കൃത്യമായിട്ടുള്ള ആളുകളുണ്ട്. കണ്ണൂരിലൊരു DYSP ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രമേയം ആരംഭിക്കുന്നത്. സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അങ്ങനെയാണല്ലോ കൊടുത്തത്. അതെ അതെ, താങ്കൾ ഇത് കേൾക്കാനുള്ള സഹിഷ്ണുത കൂടി കാണിക്കൂ. ഉപചോദ്യം എന്നല്ല ഇതിന് പറയുക സ്മൃതി. സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നാണ് പറയുക, ഉപചോദ്യമല്ല. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഒരു 2-3 വാചകം കൂടി പറഞ്ഞാൽ താങ്കൾക്കൊരിക്കലും ബോധ്യപ്പെടില്ലെങ്കിലും കേൾക്കുന്ന പ്രേക്ഷകർക്കെങ്കിലും ബോധ്യപ്പെടും എന്ന നല്ല ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് താങ്കൾ ഒന്ന് തൽക്കാലം ക്ഷമിക്കൂ. ആ അടിയന്തര പ്രമേയത്തിനകത്ത് തന്നെ വളരെ കൃത്യമായി അന്ന് സഖാവ് പിണറായി വിജയൻ പറയുന്നുണ്ട്, കണ്ണൂരിൽ ഒരു DYSP ഉണ്ട്, സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യൻ, ക്രൂരതയുടെ ആൾരൂപം. DYSPയുമായി ആണ് രാഘവൻ നേരിട്ട് ബന്ധപ്പെട്ടത്. രാഘവൻ കരുണാകരൻ്റെ വിശ്വസ്തനായിരുന്നു. മറ്റു മന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തമായി പോലീസിൽ ഇടപെടാൻ പ്രത്യേകിച്ച് കണ്ണൂരിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ടായിരുന്നു. നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിലും രാഘവൻ പറഞ്ഞാൽ ചെയ്യും. എന്തും ചെയ്യുന്ന പോലീസുകാരെ DYSP ഹക്കീം ബത്തേരി അങ്ങോട്ട് റിക്രൂട്ട് ചെയ്തു. കൂത്തുപറമ്പിൻ്റെ SP കൂത്തുപറമ്പിൽ വന്നില്ല. രാഘവനോട് അന്നത്തെ SP ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ, SP രാഘവനോട് കൂത്തുപറമ്പിലേക്ക് വരരുത് എന്ന് അഭ്യർത്ഥിച്ചു. ആ അഭ്യർത്ഥന രാഘവൻ കേട്ടില്ല. ഹക്കീം ബത്തേരിയുമായി ഗൂഢാലോചന നടത്തി, TT ആൻ്റണിയുമായി ഗൂഢാലോചന നടത്തി. SP നേരിട്ട് റിക്വസ്റ്റ് ചെയ്യാതെ തന്നെ അന്ന് മറ്റൊരു അനുഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം വയർലെസ്സിൽ നിർദ്ദേശം നൽകിയപ്പോൾ ആ വയർലെസ് സന്ദേശം സ്വന്തം വാഹനത്തിലല്ല എസ്കോർട്ട് വാഹനത്തിൽ നിന്നും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മന്ത്രിയായിരുന്ന ശ്രീ രാമകൃഷ്ണൻ വഴിക്ക് വെച്ച് തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരം കാര്യങ്ങളെല്ലാം സ്ഥലത്തുണ്ടായിട്ടും നേതൃത്വം കൊടുക്കാൻ അന്നത്തെ SP തയ്യാറായില്ല. ഈ പറഞ്ഞ ഹക്കീം ബത്തേരിയുടെ മുകളിൽ നിൽക്കുന്ന, ഈ പറഞ്ഞ ASPയുടെയും മുകളിൽ നിൽക്കുന്ന ആൾ തയ്യാറായില്ല എന്നതും അനുഭവമാണ്. അദ്ദേഹം പോലീസ് സ്റ്റേഷനിലിരുന്നു, അദ്ദേഹത്തിന് ഭയമായതുകൊണ്ടാണ് എന്നാണ് അന്ന് രാഘവൻ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. കലക്ടറെയും സബ് കലക്ടറെയും ADMനെയും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറഞ്ഞ TT ആൻ്റണിയെ, ചുമതലയില്ലാത്ത ആളെ കൊണ്ടുവന്ന് വെടിവെപ്പ് നടത്തി. ഈ കാര്യങ്ങളെല്ലാം പേരുകൾ തന്നെ പരാമർശിച്ചുകൊണ്ട് കൃത്യമായി അടിയന്തര പ്രമേയത്തിൽ അന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ആവശ്യം എന്താണ്? നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ പരത്തണം. ആ തെറ്റിദ്ധാരണ പരത്തുന്നതിൻ്റെ ഭാഗമായി പലതും പ്രചരിപ്പിക്കണം. പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നും മറ്റു രീതിയിലെല്ലാം പ്രചരിപ്പിക്കണം. ഇതിൻ്റെ ശരിയായ ഈ കൂത്തുപറമ്പിലെ അതിനിഷ്ഠൂരമായ വെടിവെപ്പിന്റെ ഉള്ളടക്കം എന്തായിരുന്നു? അതിൽ ഈ റവടയ്ക്ക് പങ്കില്ല എന്നുള്ളതാണ് നിങ്ങളുടെയും ബോധ്യം. നിങ്ങൾ മുദ്രാവാക്യങ്ങളിൽ രവത എന്നും ഹക്കീം ബത്തേരി എന്നും പറഞ്ഞു അത് പറഞ്ഞത് P ജയരാജനാണല്ലോ. DYFഐയും SFഐയും ഒക്കെ പ്രതിഷേധങ്ങളിൽ പറഞ്ഞിരുന്നു എന്ന കാര്യം കൂടി P ജയരാജൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലല്ല, അതാ ഞാൻ പറഞ്ഞത്. അല്ല സ്മൃതി, ഒരു കാര്യം സ്മൃതി ഇപ്പോൾ ഇൻട്രോയിൽ ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് P ജയരാജൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് സജേഷ് ഈ പറയുന്നത്? എന്താ ഈ വർത്തമാനത്തിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്മൃതിക്ക് ചേർക്കാം, അത് സ്മൃതിയുടെ ഉത്തബുദ്ധി. അതിൽ ചേർത്തോളൂ. ഇപ്പൊ ഞാൻ പറയുന്നത് എന്റെ ഉത്തമ വിശ്വാസത്തിലുള്ള കാര്യങ്ങളാണ്. ഉത്തമ വിശ്വാസത്തിൽ ഇത്രയും പറഞ്ഞില്ലേ? ഇനി ബാക്കിയുള്ളവർക്ക് അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ്. പറയട്ടെ, ഒറ്റ മിനിറ്റ്, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒറ്റ കാര്യം കൂടി പറയാനുണ്ട്. താങ്കൾ ഇങ്ങനെ ഇടപെട്ട് സംസാരിക്കാൻ അനുവദിച്ചിട്ടില്ലല്ലോ. ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ എനിക്ക് പിന്നെ സമയം തന്നില്ലെങ്കിൽ പ്രശ്നമില്ല. കാരണം താങ്കൾ ഇവിടെ രൂപീകരിച്ചു വെച്ച പാനൽ വെച്ച് അങ്ങോട്ടുള്ള കാര്യങ്ങൾ അത്രമാത്രം സുഖകരമായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് വേണമെങ്കിൽ താങ്കൾ സ്വച്ഛന്തമായ ചർച്ച നടത്തിക്കോളൂ. എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അതായത് ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് കഴിഞ്ഞതിന് ശേഷം നായനാർ സർക്കാരാണ് അധികാരത്തിൽ വരുന്നത്. തുടർന്ന് വന്ന നായനാർ സർക്കാർ പത്തനംതിട്ട SP ആയിട്ട് രവത ചന്ദ്രശേഖറിന് നിയമനം കൊടുത്തിട്ടുണ്ട്. അതേ സർക്കാർ
തന്നെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് SP ആയിട്ടും നിയമനം കൊടുത്തിട്ടുണ്ട്. KAP സെക്കൻഡിൻ്റെ ബറ്റാലിയൻ കമാൻഡറായിട്ട് ചുമതല കൊടുത്തിട്ടുണ്ട്. എറണാകുളം SP ആയി റേഞ്ച് SP ആയി ചുമതല കൊടുത്തിട്ടുണ്ട്. മലപ്പുറം SP ആയും റെയിൽവേ SP ആയും ചുമതല കൊടുത്തിട്ടുണ്ട്. VS ഗവൺമെൻറ് വന്നപ്പോൾ അദ്ദേഹം തൃശ്ശൂർ റേഞ്ച് DIG ആയി അദ്ദേഹത്തിന് ചുമതല കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കമ്മീഷണറായി അദ്ദേഹം 2 വർഷക്കാലം ചുമതലയേറ്റിട്ടുണ്ട്. IG ആയും അതുപോലെ തന്നെ IG ക്രൈം റെക്കോർഡ് ബ്യൂറോ ആയിട്ടും ചുമതല നൽകിയതുമെല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ് കാര്യത്താണ്. ഇതെല്ലാം പറയുന്ന ഒരു കാര്യത്തിനാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് പ്രത്യേകിച്ച് മമതയോ പ്രത്യേകിച്ച് വിരോധമോ ഇല്ല. മുന്നിൽ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പാനലിൽ നിന്ന് മുന്നിൽ വരുന്ന 3 ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ തെരഞ്ഞെടുക്കുന്നു എന്ന് മാത്രം. ജയരാജനും പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഓർമ്മകളുണ്ടായിരിക്കണം, വിരോധാഭാസമാണ് എന്നൊക്കെയുള്ള വാക്കുകൾ, മലയാളത്തിലെ വാക്കുകൾ തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എടുത്ത് പ്രയോഗിക്കുക പറയുന്നത് ശരിയല്ല. സ്മൃതിയോട് പറയാനുള്ളൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.